ഐഷ പോറ്റിയെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ബാലകൃഷ്ണൻ പിള്ളയെ പോലെയുള്ള ഒരു അതികായനെ മറിച്ചിട്ട ഒരു MLA ആയ ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ മൂന്നാം ഹാട്രിക്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ വിജയിച്ചത്. അത് അവർ ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ള സ്നേഹം ഇതൊക്കെയാണ് തെളിയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 3 ടേം കഴിഞ്ഞതിന് ശേഷം അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാല ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു പരാതി അവർ ഉന്നയിച്ചു. ക്ഷണിക്കാത്തടത്ത് ഞാൻ എന്തുകൊണ്ട് പോകണം എന്ന് പറയുന്നു. ഇത് CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. CPMന് മാത്രമല്ല കേട്ടോ, കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾക്കൊക്കെ ഇത്തരം പ്രതിസന്ധികളുണ്ട്. ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്ന വിപത്തുകൾ വളരെ പ്രധാനപ്പെട്ട 2 എണ്ണമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഒന്ന്, സ്വന്തം വീട്ടിലെ മക്കൾക്ക് പോലും നമ്മുടെ രാഷ്ട്രീയം ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പുതിയ ജനറേഷൻ വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? മുതിർന്ന നമ്മൾ അവരെ അരാഷ്ട്രീയവാദികളായി ആക്ഷേപിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്കാരത്തോട്, പെരുമാറ്റച്ചട്ടത്തോട്, അവരുടെ രീതിശാസ്ത്രത്തോട് യോജിപ്പില്ല എന്ന് നമ്മുടെ മക്കൾ പറയുമ്പോൾ അവരെ അരാഷ്ട്രീയവാദികളാക്കേണ്ടതല്ല. അവർ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വപ്നത്തോട് നീതി പുലർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ നയപരിപാടികളും രാഷ്ട്രീയമായ വിശുദ്ധിയും പൊതുജീവിതത്തിലെ സേവന തൽപരതയും ആശയത്തോടുള്ള പ്രതിബദ്ധതയും ഒന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ ഉള്ളടക്കം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് പുതിയ തലമുറ ആവേശപൂർവ്വം കടന്നു വരുന്നില്ല എന്നത് അവരുടെ കുറ്റമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരാജയം അവിടെയാണ്. പുതിയ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യം പോലും മുഴക്കാൻ പറ്റുന്നില്ല. പുതിയ തലമുറക്ക് വിശ്വാസ്യതയുള്ള ഒരു റോൾ മോഡലിനെ മുമ്പിൽ നിർത്താൻ പറ്റുന്നില്ല. മുദ്രാവാക്യങ്ങൾ അർത്ഥമില്ലാത്ത വാക്യങ്ങളായി തീരുകയാണ്. ശബ്ദ കോലാഹലങ്ങളും പൊതുമുതൽ നശിപ്പിക്കലും സമരാഭാസങ്ങളുമായി തീരുകയാണ് രാഷ്ട്രീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.